الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽപ്പെട്ട ഒരു പ്രധാന പ്രാർത്ഥനയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നും രാവിലെയും വൈകുന്നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫി ദീനി വദുനിയായ വഅഹ്ലി വമാലി. അല്ലാഹുമ്മ അസ്തുർ ഔറാതി വആമിൻ റൗആതി. ഈ പ്രാർത്ഥന നമ്മൾ കാണാതെ പഠിച്ചു. അതില് ഇതിന്റെ അർത്ഥം, ഇതിന്റെ ആശയം എന്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചു വരും. അപ്പം അഫ്വും ആഫിയത്തുമാണ് അല്ലാഹുവോട് ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിലെ അഫ്വും ദുനിയാവിലെ ആഫിയത്തും, ആഖിറത്തിലെ അഫ്വും ആഖിറത്തിലെ ആഫിയത്തും. പിന്നീട് ചോദിക്കുന്നത് ഫി അഹ്ലി വമാലി. അതിലെ മാലിലെ ആഫിയത്തും അഫ്വും എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ 86 തവണ ആവർത്തിച്ചിട്ടുള്ളൊരു വാക്കാണ് മാല്, അംവാല് എന്ന വാക്ക്. ആ പദങ്ങളല്ലാതെ വേറെയും ചില പദങ്ങൾ മുതലിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ മുതലിലെ, എന്റെ മാലിലെ അഫ്വും ആഫിയത്തും നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്ന് രാവിലെയും വൈകുന്നേരവും നമ്മൾ പറയുമ്പോൾ എന്താണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ ഏറെക്കുറെ ഈ വിഷയം മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. മുതലിലെ ആഫിയത്ത് എന്താണ്, മുതലിലെ അഫ്വ് എന്താണ് എന്ന് കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ജീവിക്കണം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞ ആയത്ത് ഏതായിരുന്നു? 89. 104 3 കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ? പിന്നെ ഏതാ പറഞ്ഞത്? 90 6 104 2 പറഞ്ഞു. ഇനി ശ്രദ്ധിക്കാം, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് നമ്മളെ മാലിലെ അഫ്വും ആഫിയത്തും എന്താണ് എന്ന് കിട്ടണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുതലിനെ മാലി എന്ന വാക്കല്ലാതെ മറ്റൊരു പദം പ്രയോഗിച്ചിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല. എന്താണ് ആ പദം? ഖൈർ എന്നാണ്, അല്ലേ? വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അവിടെ ആ ഖൈർ എന്ന വാക്കിന് അർത്ഥം മുതല്, സമ്പത്തി എന്നാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ആ സമ്പത്ത് 92-ൽ 11 നമ്മൾ പറഞ്ഞില്ല. 92-ൽ 11 പറഞ്ഞിരുന്ന അന്നത് മറക്കി. 92-ാമത്തെ സൂറത്തിലെ 11-ാമത്തെ ആയത്ത്.
വായിച്ചോളി. ആയത്ത് കണ്ടില്ല? സൂറത്തുൽ ലൈലിലാണ്. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ വമാ യുഗ്നി അൻഹു മാലുഹു, അവന്റെ മുതൽ, അവന്റെ ധനം അവന് പ്രയോജനപ്പെടുന്നതല്ല. ഇദാ തറദ്ദാ, അവൻ നാശത്തിൽ പതിക്കുമ്പോൾ. തറദ്ദ എന്ന വാക്ക് നന്നായി നമ്മൾ പഠിക്കേണ്ട ഒരു വാക്കാണ്. തറദ്ദ എന്ന് പറഞ്ഞാല് കടന്നു പോവുക, വീണു പോവുക, നശിക്കുക, അവനാന്റെ മുതല് അവനാന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിധം ആരോഗ്യം ക്ഷയിച്ചു പോവുക. ഇതൊക്കെയാണ് തറദ്ദ എന്ന് പറഞ്ഞാൽ. മറ്റൊരർത്ഥം എന്താന്ന് പറഞ്ഞാൽ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞു തകരുക. ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിച്ച മുതല് ഒരു നിമിഷം നേരം കൊണ്ട് എല്ലാം തകർന്നടിഞ്ഞു പോവുക. മുതലുപയോഗിച്ച് മുതല് കൈകാര്യം ചെയ്യാൻ അത് ഉപയോഗിച്ച് ഉണ്ടാക്കിയ പ്ലാനുകളും പദ്ധതികളുമെല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് തകർന്നു പോവുക. അള്ളാഹു പ്രയോഗിക്കുന്ന വാക്ക് എത്രമാത്രം ഗൗരവമുള്ളതാന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ. നമ്മളെ മുതല് കൊണ്ട് നമുക്ക് കിട്ടേണ്ട ആഫിയത്ത് ആലോചിക്കില്ല. നമ്മൾ പറഞ്ഞു വരികയാണ് എന്താണ് ആഫിയത്ത്. നമുക്കറിയാം, വെറും ശാരീരിക സുഖത്തിനല്ല ആഫിയത്ത് എന്ന് പറയാന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. എന്താണ് മാലിലെ ആഫിയത്ത്? അത് നമുക്ക് ആവശ്യത്തിന് പ്രയോജനപ്പെടലാണ് ആഫിയത്ത്. പറഞ്ഞത് ഓർമ്മല്ലേ? മുതലിന്റെ ആഫിയത്ത് എന്താ? നമ്മളെ മുതല് ആവശ്യമുള്ളയിടത്ത് അത് പ്രയോജനപ്പെടണം, അല്ലെ? അതാണ് മുതലിന്റെ ആഫിയത്ത് എന്ന് പറഞ്ഞാല്. ഇഹലോകത്തും പരലോകത്തേക്കും പ്രയോജനപ്പെടണം. കുറെ മുതലുണ്ടായിട്ട് അത് പ്രയോജനപ്പെടാതെ പോയാൽ എന്തായിരിക്കും അവസ്ഥ? ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിട്ടില്ല? ഈ ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിട്ടില്ല? ഒരു പ്രാർത്ഥന നമ്മൾ പണ്ട് പഠിച്ചത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദിമി വമിനത് തറദ്ദി. ഓർമ്മല്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദിമി, കെട്ടിടങ്ങൾ തകർന്ന് പൊടിഞ്ഞ് കെട്ടിടങ്ങൾക്കുള്ളിൽ പെട്ട് മണ്ണിനടിയിൽപ്പെട്ട് തകർന്ന് മരിക്കുന്നതില്ലെന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദിമി വമിനത് തറദ്ദി. ആ വാക്ക് പറയാനാണ് ഞാൻ പറഞ്ഞത്. വമിനത് തറദ്ദി. എന്താ തറദ്ദി എന്ന് പറഞ്ഞാല്? ഉയരപ്രദേശത്ത് നിന്ന് വീണ് മരിക്കുക. അതാണ് തറദ്ദി എന്ന് പറഞ്ഞാൽ. ഉയരപ്രദേശത്ത് വീണ് മരിക്കുക, അതാണ് തറദ്ദി. അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദിമി വമിനത് തറദ്ദി വമിനൽ ഗറഖി വൽ അറഖ്. കത്തി മരിക്കുക, വെള്ളത്തിൽ മുങ്ങി മരിക്കുക. അല്ലാഹുവേ, നിന്നോട് കാവലിനെ ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ 5-8 തരം മരണത്തിൽ നിന്ന് കാവലിനെ ചോദിക്കാൻ പഠിപ്പിച്ച കൂട്ടത്തിലുള്ള ഒരു വാക്കാണ് തറദ്ദി എന്നുള്ളത്. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. 2-3 അർത്ഥങ്ങൾ അതിനുണ്ട്. ഇവിടെ ശരിക്ക് മരിച്ചാൽ ധനം പ്രയോജനപ്പെടുകയില്ല.
ഒരാൾ മരിച്ചാൽ അവന്റെ ധനം പ്രയോജനപ്പെടുകയില്ല എന്ന് മാത്രം പറയുകയാണെങ്കിൽ വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തവഫ എന്ന് പറഞ്ഞാൽ മതി. അല്ലേ അല്ലേ വഫാത്താവുക, മരിക്കുക. പക്ഷെ അത് പറയാതെ അല്ലാഹു എന്താ ഉപയോഗിച്ചത്? വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ എന്നാണ്. വീണുപോയാൽ, കിടന്നുപോയാൽ, അവനവന്റെ സമ്പാദ്യം ഉപയോഗിക്കാൻ അവനവന് ആരോഗ്യമില്ലാതെയായാൽ അവന് വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. നിങ്ങൾ അതിന്റെ ആശയം ഒന്നിങ്ങനെ മനസ്സിലാക്കി വെക്കുക. നമ്മൾ എന്ന് രാവിലെ വൈകുന്നേരം മാലിലെ അഫുവും ആഫിയത്തും ചോദിക്കുന്ന ആൾക്കാരാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ നമ്മൾ വയനാട്ടിൽ സംഭവിച്ച സംഭവം നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് അല്ലെ. ഇപ്പോഴും കുറെ ആളുകൾ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കുള്ളിൽ, വീടുകൾ തകർന്നടിഞ്ഞ് കെട്ടിടത്തിന് ഉള്ളിൽ കിടക്കുകയാണ്. ഇപ്പൊ ഇന്നലെയും 4 ആളെ ജീവനോട് കൂടി കിട്ടിയെന്നാ പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം പോലും ഇനിയും 400ഓളം ആളുകളെ കാണാനില്ല. അവിടെ കിടന്നുറങ്ങിയ ആൾക്കാരാണ് വീടുകളിൽ, കാണാനില്ല. നമ്മുടെ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തം, ഇത്രയും വലിയൊരു ദുരന്തം നമ്മുടെ സംസ്ഥാനത്തിൽ ഇന്നേ വരെ, നമ്മൾ ഇത്രയും പ്രായമായ സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഇത്രയും വലിയൊരു ദുരന്തം നമ്മൾ കേട്ടിട്ടില്ല. ബാക്കിയൊക്കെ അതിന്റെ താഴെയാണ്. ഇത്രയും ആൾക്കാർ മരിച്ച ദുരന്തം, ഇങ്ങനെയുള്ളൊരു ദുരന്തം. അപ്പോ രാത്രി കിടന്നുറങ്ങിയ ആൾക്കാര് രാവിലെ എഴുന്നേറ്റിട്ടില്ല. സഹോദരങ്ങളെ ആലോചിച്ചൊക്കെ അല്ലാഹു പറയുന്നത് എത്രമാത്രം സത്യമാണ് അല്ലെ. നമ്മൾ രാത്രി കിടക്കുമ്പോ നമ്മള് അവസാനം പറയേണ്ട വാക്കെന്താ? നമ്മൾ വുളൂ ചെയ്ത് നമ്മളെ കട്ടിലിൽ വന്ന് അല്ലെ, ആ ഒരിക്കൊക്കെ നിങ്ങൾ നോക്കി നമ്മളങ്ങനെ മൊബൈൽ കളിച്ച് അങ്ങനെ ഉറങ്ങലാണ്. ഉറക്കം ഒരു മരണമാണ്. ആ മരണത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞെന്ന് വരൂല. ഇന്നലെ നമ്മൾ ഉറങ്ങി, അത് മരണമാണ്, മരിച്ചു. പിന്നെ നമ്മൾ ജീവിച്ചു. അപ്പോഴാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റിരുന്ന് കട്ടിലിൽ ഇരുന്ന് പറയും, എന്താ പറയാ, അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി. എന്നും രാവിലെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ അല്ലേ. ഇതൊന്നും രാവിലെ ചൊല്ലി രാത്രി കിടക്കുമ്പോ ചൊല്ലി കിടന്നുറങ്ങിയ ഒരാള് മഴവെള്ളപ്പാച്ചില് വന്ന് കുത്തി ഒഴുകി 25 കിലോമീറ്റർ കല്ലും മണ്ണും വാർപ്പിന്റെ കഷ്ണങ്ങളുമായിട്ട് കൂടെ ഒഴുകി, ആ 25 കിലോമീറ്റർ ഒഴുകിയിട്ട് തല വേറെ മുറിഞ്ഞുപോയി, കൈ വേറെ മുറിഞ്ഞുപോയി, ശരീരം വേറെ മുറിഞ്ഞുപോയി, ഊരന്റെ ഭാഗത്തേക്ക് 2 കാല് മാത്രം ബാക്കിയായി. എങ്ങനെ അയാള് മരിച്ചാലും അയാളെ മരണം റാഹത്തുള്ള മരണമായിരിക്കും അല്ലെ, റാഹത്തുള്ള മരണമായിരിക്കും. എന്താണ് കാരണം? അയാള് റെഡിയായിട്ടാണ് ഉറങ്ങിയത്. അള്ളാന്റെ റസൂല് പറഞ്ഞ പോലെ ഉറങ്ങിയവനാണ്. ആ ഉറങ്ങിയവൻ രാവിലെ എഴുന്നേറ്റിട്ടില്ലെങ്കിലും കഷ്ണമായി, ഒരു കഷ്ണം പുഴയിലും, ഒരു കഷ്ണം മണ്ണിന്റെ അടിയിലും, ഒരു കഷ്ണം കാട്ടിലുമൊക്കെയായി ഒന്ന് കഫൻ ചെയ്ത് കബറടക്കാൻ പോലും അവനാന്റെ മയ്യത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും റാഹത്തുള്ള മരണമാണ് അല്ലേ. എന്താ കാരണം? എന്താ കാരണം? അവന് ഷഹീദിന്റെ പദവിയാ. അവന് ഷഹീദിന്റെ പദവിയാ. രക്തസാക്ഷിയായ അള്ളാന്റെ മാർഗത്തിൽ തന്റെ ശരീരം കൊടുത്തോന്റെ പദവിയാ. എന്താ ഷഹീദ് പറഞ്ഞാല്? യുദ്ധത്തിൽ മരിക്കൽ എങ്ങനെ? യുദ്ധത്തിൽ മരിക്കൽ കഴുത്ത് മുറിഞ്ഞും കയ്യും കാലും മുറിഞ്ഞും അല്ലെ, യുദ്ധത്തിൽ വെട്ടേറ്റ് ഛിന്ന ഭിന്നമായി യുദ്ധമുഖത്തൊരാൾ മരിക്കൽ എങ്ങനെ? ഛിന്ന ഭിന്നമായി അല്ലെ, കൈ വെട്ടി കാല് വെട്ടി യുദ്ധത്തിൽ ഒരാൾ മരിക്കാൻ ഷഹീദായി. ഇതേ കൂലിയാണ് ആർക്ക്? രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ദിക്റും ദുആയൊക്കെ ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയ ഒരാള് മരണപ്പെട്ട.
എത്രമാത്രം അർത്ഥവത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ രാത്രി കിടക്കുമ്പോ പറയാണ് എന്താണ്? ബിസ്മിക റബ്ബി, അല്ലെ? എന്താണ്? അങ്ങനെ താടൊക്കെ കൈ കൊടുത്തിട്ട് കിടക്ക. ലാസ്റ്റ് അതിന് മുമ്പുള്ള പ്രാർത്ഥന ദിക്റൊക്കെ ഉണ്ട്. ഒതുവ് ചെയ്ത് വന്ന് ഫാത്തിഹ ഓതി, അല്ലേ? ഈ ക്ലാസ്സിൽ കുറെ കുട്ടികളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, പഠിച്ചു വെക്കണം. എന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ഉളുവ് ചെയ്ത് ഉറങ്ങാൻ വരുന്ന സമയത്ത് ഒരു തയ്യാറെടുപ്പോട് കൂടി എന്നും രാത്രി ഉളുവ് ചെയ്ത് വന്നിരുന്ന് ഉളൂടിയാണ് കിടക്കേണ്ടത്. കിടക്കണ തൊട്ട് മുമ്പ് ഉളുവ് ചെയ്ത് ബാത്റൂമിൽ പോയി വന്ന്, അല്ലെ? മാര് പഠിപ്പിക്കണം. മാരെന്താ കുട്ടികളെ പഠിപ്പിക്കണം? ചെറിയ കുട്ടികളാണെങ്കിൽ ബാത്റൂമിൽ പോയി എന്ന് പറയും മാര്. ബാത്റൂമിൽ കിടക്കണ മുമ്പ് ബാത്റൂമിൽ പോയി മുദ്ര കഴിച്ച് പോകാന്ന് പറയും. എന്നാലും ഉളു എടുത്ത് പോകാന്ന് മാര് പറയില്ല. അങ്ങനെ പഠിപ്പിക്കാത്തമാരുണ്ട്. അങ്ങനെ പഠിപ്പിക്കാത്തമാരുണ്ട്. എന്താ പറയാ? മൂത്രയിച്ച് കുട്ടികളെ മൂത്രയിപ്പിച്ച് കിടത്തും മാര്. സഹോദരങ്ങളെ, നമ്മളെ ക്ലാസ്സില് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ എല്ലാ സ്ത്രീകളെയും ക്ലാസ്സിന് കൊണ്ടുവരണം. എല്ലാ സ്ത്രീകളെയും ക്ലാസ്സിന് കൊണ്ടുവരണം. നമ്മളെ ഭാര്യമാരെയും നമ്മളെ മക്കളെയൊക്കെ ക്ലാസ്സിന് കൊണ്ടുവരണം. എല്ലാരും കൊണ്ടുവരണം. കാരണം നമ്മൾ കേൾക്കേണ്ട, നിർബന്ധമായി കേൾക്കേണ്ട, അറിയേണ്ട കാര്യങ്ങള് കേൾക്കാത്തതും അറിയാത്തതുമാണ് നമ്മളെ വീട്ടില്, നമ്മളെ കുടുംബത്തില് ഒരു ഇസ്ലാമിക ചിട്ടയില്ലാത്തതിന്റെ കാരണമാണ്. നമ്മളെ കുട്ടികൾ കൈവിട്ടു പോകുന്നതും നമ്മളെ കുട്ടികളെ കാര്യത്തിൽ പേടിക്കേണ്ടി വരുന്നതും ഒക്കെ എന്തുകൊണ്ടെന്നറിയാം? നമുക്ക് അവർ കേൾക്കേണ്ട പല കാര്യങ്ങളും കേൾക്കണില്ല, അറിയേണ്ട പല കാര്യങ്ങളും അറിയണില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ ഇരിക്കണം മുഴുവൻ ആളുകളോടും നിങ്ങൾക്ക് പറയാനുള്ളത്, നിർബന്ധമായിട്ട് നിങ്ങളെ ഭാര്യമാരെയും മക്കളെയും നമ്മളെ ക്ലാസ്സിന് നിർബന്ധമായിട്ടും കൊണ്ടുവരണം. ഇത് ഞാൻ കേട്ട് ഇപ്പൊ നമുക്ക് തോന്നുന്നു അടുത്ത ആഴ്ച കൊണ്ടുവരാന്ന് വിചാരിച്ച് പോയിട്ട് അടുത്ത ആഴ്ച നമ്മൾ ഒറ്റയ്ക്ക് വരരുത്, മറന്നു പോകരുത്. അതിനൊരു തയ്യാറെടുപ്പ് മുമ്പേ നമ്മൾ നടത്തണം. നമ്മളെ മക്കളെയും കുട്ടികളൊക്കെ കൊണ്ടുവരണം. ഇസ്ലാമികമായ ചുറ്റുപാട് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 99% വീടുകളിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും എങ്ങനെയാണ് ഉറങ്ങണമെന്ന് ചോദിച്ചാൽ ഒതു ഉണ്ടാക്കലും ദിക്ർ ചൊല്ലലൊന്നുമില്ല. അത് പഠിക്കണ കുട്ടികളാണെങ്കിലും അല്ലാത്ത കുട്ടികളാണെങ്കിലും ഒക്കെ എങ്ങനെയാണ് കിടന്നുറങ്ങാന്നല്ലാതെ ഉറങ്ങണ എപ്പോഴോ ഉറങ്ങി ഉറങ്ങിയൊരു സമയം കാര്യമൊന്നുമില്ല. അങ്ങനൊന്നും ആയിരുന്നില്ല മുൻഗാമികളെ. ഉറങ്ങണ സമയത്തിനൊരു കൃത്യത ഉണ്ട്. എപ്പോഴാ എഴുന്നേൽക്കാൻ? എപ്പോഴെങ്കിലൊക്കെ എഴുന്നേൽക്കും. അതല്ല, കൃത്യമായ സമയമുണ്ട് എഴുന്നേൽക്കാൻ. അപ്പൊ വുളൂ ചെയ്ത് വന്നിരുന്നു. എന്നിട്ട് ഫാത്തിഹ ഓതണം. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 3 വട്ടം ഓതണം. ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഒരു വട്ടം ഓതണം. ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഓരോ തവണ ഓതണം. ആയത്തുൽ കുർസി ഓതണം. ആമന റസൂൽ ഓതണം. സുബ്ഹാനല്ലാഹ് 33 വട്ടം, അൽഹംദുലില്ലാഹ് 33 വട്ടം, അല്ലാഹു അക്ബർ 34 വട്ടം. അല്ലാഹു അക്ബർ കിടക്കുമ്പോ ആദ്യം കൈന്റെ വെള്ളയിൽ ഊതിയിട്ടുണ്ടെങ്കിൽ തല മുതൽ കാൽപാദം വരെ ഒന്ന് തടവണം. ആദ്യം കൈവെള്ളിയിൽ ഊതണം. എന്നിട്ടാണ് ഈ പറഞ്ഞതൊക്കെ ചെല്ലേണ്ടത്. എന്നിട്ട് ഇങ്ങനെ തല മുതൽ കാൽപാദം വരെ ഒന്ന് തടവണം. എന്നിട്ട് കിടക്കണം. കിടക്കുമ്പോ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കണം. ഈ കൈ ഇങ്ങനെ തലക്ക് വെച്ച് റസൂൽ ഇങ്ങനെ മടങ്ങി കാലിങ്ങനെ മടക്കി വെച്ച് കമയത് ഇങ്ങനെ തവള എത്തമാതിരി പറ്റുമ്പോ കിടക്കലല്ല. അങ്ങനെ കിടന്നാൽ കേരളക്കാർക്ക് ഉറക്കം കിട്ടുള്ളൂ. എങ്ങനെ കിടക്കേണ്ടത്? ഇങ്ങനെ കൈ വെച്ച് കാല് മടക്കിയിട്ട് ഒരു അടിമ കിടക്കണ പോലെ കാല് മടക്കി കൈ വെച്ച് കാലിങ്ങനെ മുന്നിലേക്ക് മുട്ടിങ്ങനെ മടക്കിയിട്ട് റസൂൽ അങ്ങനെ കിടക്കും. അപ്പൊ കിടന്നതിന് ശേഷം തീർന്നിട്ടില്ല. കിടന്നതിന് ശേഷം പറയാണ് ബിസ്മിക റബ്ബി വദഅതു ജംബി. പഠിച്ചോനെ, ഞാനിതാ കിടന്നു. എന്റെ ഈ ഭാഗം, ജംബ് എന്ന് പറഞ്ഞാൽ ഈ വലത്തെ ഈ ഭാഗത്തിനാ പറയാം. വദഅതു ജംബി, എന്റെ ഭാഗം, എന്റെ പാർശ്വഭാഗം ഞാൻ വെച്ചു. കിടന്നിട്ടാ വദഅതു ജംബി വബിക അർഫഉഹു. ഇവിടുന്ന് പൊന്തറങ്ങി ഈ പൊന്തിക്കണം പഠിച്ചോനെ. സുബ്ഹാനല്ലാഹ്. ഇതിന് ഇവിടുന്ന് പോയി ഞാൻ ഈ വെച്ചത് ഇനി പൊന്തണമെങ്കിൽ നീയാണ് പൊന്തിക്കുക. ഈ നംസക്ത നഫ്സി, ഇനി അതല്ല, ഈ ഉറക്കത്തിൽ ഞാനോട് മരിച്ചു പോവുകയാണെങ്കിൽ ഇതൊന്നും പറയേണ്ടതാണ്. ഈ ഉറക്കത്തിൽ ഞാനോട് മരിക്കുകയാണെങ്കിൽ ഫർഹംഹാ, എന്നോട് നീ കരുണ കാണിക്ക പഠിച്ചോനെ. ഈ ഉറക്കത്തിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കാതെ മരിച്ചു പോവുകയാണെങ്കിൽ എന്നോട് നീ കരുണ കാണിക്ക പഠിച്ചോനെ.
അതല്ല, വീണ്ടും ഈ ആത്മാവിനെ നീ വീണ്ടും പറഞ്ഞയച്ച് എനിക്ക് എഴുന്നേൽക്കാനുള്ള തൗഫീഖ് തരികയാണെങ്കിൽ നീ കാക്ക് പടച്ചോനെ, നീ കാക്ക് പടച്ചോനെ, നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന നല്ല അടിമകളെ കൂട്ടത്തിലായി ഒരു സാലിഹായ മനുഷ്യനായിട്ട് ജീവിക്കാൻ എനിക്ക് നീ സംരക്ഷണം, എന്നെ നീ കാക്ക് പടച്ചോനെ, ആ സാലിഹ്യങ്ങളെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തി പടച്ചോനെ. നോക്കി നിങ്ങൾ ഇത്രമാത്രം അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. ഇങ്ങനെയാണ് കിടക്കേണ്ടത്. ഇങ്ങോട്ട് കിടന്നിട്ട് ഒരു ഉറപ്പില്ല രാവിലെ എഴുന്നേൽക്കുമെന്ന്. ഒരു പക്ഷെ കിടന്ന് കെട്ടിടം തകർന്ന് വീണ് മരിക്കാം. നമ്മളതല്ലേ അല്ലാഹുമ്മ ആമീൻ ആയത്തി പറഞ്ഞപ്പോ പഠിച്ചത് അല്ലെ? ചിലപ്പോ ആ വീടോടൊക്കെ ഒഴിച്ചു പോകാം. അതല്ലെങ്കിൽ ആ ബെഡിൽ തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോ മരിച്ചു കിടക്കുകയായിരിക്കും. അപ്പൊ എഴുന്നേറ്റ് നമ്മൾ എഴുന്നേറ്റു. അപ്പൊ നമ്മൾ പറയണം അൽഹംദുലില്ലാഹ്, കിടക്കുമ്പോ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ വാക്കിൽപ്പെട്ടതാണ്. അള്ളാന്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു, ഞാൻ ജീവിക്കുന്നു. എഴുന്നേറ്റപ്പോ അൽഹംദുലില്ലാഹ്. എന്നിട്ട് എന്താ പറഞ്ഞ അവസാനം വയിലേക്ക് അന്വേഷിച്ചു, നിന്റെ അടുക്കിലേക്ക് തന്നെയാണ് മടക്കം അല്ലെ? ആ മടക്കത്തെ കുറിച്ച് ഓർക്കാത്തൊരു നിമിഷ നേരം പോലും നമ്മുടെ ജീവിതത്തിലില്ലല്ലോ. അല്ലാഹുമ്മ ബിക അസ്ബഹ്നാ ബിക അംസൈനാ അല്ലെ? വയിലേക്കൽ മസീർ വയിലേക്കൽ നുശൂർ. നിന്നിലേക്കാണ് മടക്കം, നിന്നിലേക്കാണ് തിരിച്ചു വരവ്. ദാ രാവിലെയായി, വൈകുന്നേരമായി, രാവിലെയായി. അല്ലാഹുമ്മ ബിക അസ്ബഹ്നാ ബിക അംസൈനാ, അല്ലാഹുമ്മ ബിക അംസൈനാ വഅസ്ബഹ്നാ. രാവിലെയായി, വൈകുന്നേരമായി. ഇങ്ങനെ നമ്മൾ രാത്രി കടന്നു, നമ്മൾ എഴുന്നേറ്റു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തു, ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചു. അങ്ങനെ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, കുറച്ച് പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, കുറച്ച് പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, കുറച്ച് പൈസ അവിടുന്ന് കിട്ടാണ്ട്, കുറച്ച് പൈസ ഇവിടുന്ന് കിട്ടാണ്ട്, നാളെ ആ ബിൽഡിങ്ങിന്റെ വാടക കിട്ടാണ്ട്, നാളെ ഈ ബിൽഡിങ്ങിന്റെ ഇവിടെ ഈ പറമ്പിൽ തേങ്ങടാനുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അങ്ങനെ കണക്കൂട്ടി നമ്മൾ രാത്രി ഉറങ്ങി അല്ലെ? രാവിലെ നമ്മൾ എഴുന്നേറ്റില്ല. നോക്കി നിങ്ങൾ, തീർന്നു. അതോടുകൂടി പോയി. എന്തെല്ലാം? ഇത്രയേ ഉള്ളൂ. വീണുപോയാൽ, കിടന്നുപോയാൽ അവന്റെ മുതല് ഉപകാരപ്പെടാതെ പോകും. ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് കാണുകയാണ്. പകൽ വെളിച്ചം പോലെ ഓരോ അനുഭവങ്ങൾ, ഓരോ സംഭവങ്ങൾ നമ്മളിങ്ങനെ കാണുമ്പോ നമ്മളെ മനസ്സിലേക്ക് വരേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒരു വാർത്തയും ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. ഒരു വാർത്തയും ഒരു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു ദൃഷ്ടാന്തവും വെറുതെ കണ്ടുപോകാനും കേട്ടുപോകാനുള്ളതല്ല. ഒന്നും നമ്മക്കെന്താ കാര്യം എന്ന് ചിന്തിക്കണ്ട. നമുക്കെന്താണ് കാര്യം എന്ന് ചിന്തിക്കണം. നമുക്കാണ് കാര്യം. ഒലിച്ചു പോയവർക്കല്ല, മണ്ണിനടിയിൽപ്പെട്ടവർക്കല്ല. പിന്നെ ആർക്കാ കാര്യം? ഇതിൽ പെടാതെ, ഈ ദുരന്തത്തിലൊന്നും പെടാതെ രണ്ട് കാലിൽ നടക്കുന്ന നമുക്കാണ് പാഠം. അത് ചിന്തിക്കണം. നമുക്കാണ് പാഠം. നമുക്കാണ് കാണാനും കേൾക്കാനും പഠിക്കാനുള്ള നമ്മക്കാണ്. നല്ലോണം നമുക്ക് ഓർമ്മ വേണം. അതിൽ അപകടത്തിൽ ദുരന്തങ്ങളിൽ പെട്ടവർക്കല്ല, നമുക്കാണ് പാഠം. ഇനി അതിന്റെ മറ്റൊരു വിഷയം എന്താന്ന് പറയുന്നത്, മുതല് അവനവന് ഉപകാരപ്പെടാതെ പോയാൽ ആ മുതലിന് ആഫിയത്തില്ല. എങ്ങനെ ഉപകാരപ്പെടാതെ പോയാൽ? ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോ എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞേക്കണമെങ്കിൽ അത് പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ മതി. കുറച്ച് ദിവസം മുമ്പ് ഒരു വയസ്സായൊരു മനുഷ്യൻ, അദ്ദേഹം വളരെ വേദനയോടുകൂടി പറഞ്ഞൊരു കാര്യം എന്താണ്, നമ്മളെ നാട്ടില് ഈ ഭർത്താക്കന്മാര് മരിച്ച ഭാര്യമാര് ജീവിക്കും, കുറെ കാലം ജീവിക്കും, വലിയ പ്രയാസമൊന്നുമില്ല ജീവിക്കും ഭർത്താക്കന്മാര് മരിച്ച ഭാര്യമാര്. എന്നാൽ ഭാര്യമാര് മരിച്ച ഭർത്താക്കന്മാർക്ക്, ഭാര്യമാരാദ്യം മരിച്ചാല് ഭർത്താക്കന്മാർക്ക് ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞത് കഴിയില്ല.
ഇതുപോലെ ഈ ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ ജീവിക്കണേ. ഞാൻ പ്രായമായ ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്, പ്രായമായ ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. ജീവിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ നാട്ടിലൊരു അവസ്ഥ എന്താന്ന് വെച്ചാൽ, കുറച്ചൊക്കെ സ്വത്തും മുതലുള്ളവരാണെങ്കിൽ ഈ വാപ്പാക്ക് മക്കള് വേറെ കല്യാണം നടത്തി കൊടുക്കൂല. എന്തായിരിക്കും കാരണം? മുതല് പോകും. ഞാൻ മുതലിന്റെ ആഫിയത്താ പറഞ്ഞ മാ യുവനി അനുഭവം ആലോചിക്കാത്ത ഈ വാപ്പ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ മുതല് ഈ വാപ്പ കടന്നുപോയി. വാപ്പാക്ക് രോഗമായി, വാപ്പാക്ക് വയസ്സായി. ഇപ്പൊ അത് കൈകാര്യം ചെയ്യുന്നത് മക്കളാണ്. മക്കളെ വാപ്പ മരിച്ചാലേ മക്കൾക്ക് അതിന്റെ ഓഹരി കിട്ടുള്ളൂ. ഇപ്പോഴും വാപ്പാന്റെ മുതൽ തന്നെയാണ്, പക്ഷെ കൈകാര്യം ചെയ്ത് മറ്റുള്ളവരാണ്. ഈ വാപ്പ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ മുതൽ അയാൾക്ക് ഉപകാരപ്പെടാതെ പോണത് നോക്കണം. എന്നിട്ട് ആ മനുഷ്യൻ എന്താ പറഞ്ഞറിയുന്നത്? വർഷങ്ങളായി മനുഷ്യന്റെ ഭാര്യ മരിച്ചപ്പോൾ ഇവരെ രാത്രിയില് പുലർച്ചെ 3 മണി 3:30 മണിയൊക്കെ മനുഷ്യൻ നീക്കും. ഏത് ചൂട് കാലത്തും ഏത് തണുപ്പ് കാലത്തും പ്രായമായ ആൾക്കാർക്ക് കുളിരാണ്. പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് പറയാം, ചുണ്ടിങ്ങനെ കൂട്ടിമുട്ടും. ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടാന്, ഒരു ഗ്ലാസ് ചുടുവെള്ളം കിട്ടാന് മേലെ മരക്കളൊക്കെ ഉണ്ട്. എല്ലാരും ഓരൊക്കെ എഴുന്നേറ്റ് എന്നിട്ട് താഴത്തേക്കൊന്ന് ഇറങ്ങി വരണമെങ്കിൽ രാവിലെ 8 മണിയാവും താഴത്തേക്ക് വരണമെങ്കിൽ. ഈ 3-3:30 മണിക്ക് എഴുന്നേൽക്കുന്ന ഈ പ്രായമായ മനുഷ്യന് അവിടുന്ന് എഴുന്നേറ്റ് ഡോർ തുറന്ന് അങ്ങാടിക്ക് കട്ടൻ ചായ കുടിക്കാൻ ഹോട്ടലിലേക്ക് പോകാനൊന്നും ആരോഗ്യമില്ല. ആ മനുഷ്യന് എഴുന്നേറ്റ് ബെഡിൽ ഇങ്ങനെ ഇരിക്കുക, ചുണ്ടുകൾ ഇങ്ങനെ വിറച്ചിട്ട് കൂട്ടിമുട്ടുകയാണ്. ഒരു ഗ്ലാസ് ചൂടുള്ള വെള്ളം തരാൻ കിട്ടാതെ പ്രയാസപ്പെടാണ് മനുഷ്യൻ. എന്തായിരിക്കും അവസ്ഥ? ഈ മക്കള് എന്തിനാ മാപ്പാക്ക് ഇപ്പൊ പെണ്ണ്, മാപ്പാക്ക് എന്തിനാ പെണ്ണ്? ഇവരൊക്കെ വിചാരം പെണ്ണിട്ടെന്ന് പറഞ്ഞാല് വെറും ഒരു ലൈംഗികത മാത്രമാണ് ഇവരൊക്കെ ചിന്തയിലുള്ളത്. അപ്പാക്ക് ഇനി പെണ്ണിട്ട് എന്ത് കാട്ടാനാ? ഈ വാപ്പ ബാത്റൂമിൽ ഒന്ന് പോയി വേച്ച് വീണു പോകാൻ ഈ വസ്ത്രമില്ലാത്ത മേനിയെ ഒന്ന് പൊടിത്ത് പൊന്തിക്കണമെങ്കിൽ പെൺകുട്ടിക്ക് പറ്റൂല, മരക്കൊക്കെ പറ്റൂല, പേരക്കുട്ടിക്ക് പറ്റൂല. ബാത്റൂമിലൊന്ന് വീണ് പോയാൽ ഒന്ന് കൊണ്ടേറ്റ് ഒന്ന് മേല് കഴുകി കൊടുക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഔറത്ത് കാണാൻ, നഗ്നത കാണാൻ ഇസ്ലാമികമായി പറ്റുന്ന ഒരു ഇണക്ക്, ഒരു തുണക്ക്, ഒരു ഭാര്യക്ക് മാത്രമേ അത് ചെയ്തു കൊടുക്കാൻ കഴിയുള്ളൂ. അത് പെൺകുട്ടിക്ക് പറ്റൂല, മരക്കൊക്കെ പറ്റൂല. മനസ്സിലായിട്ട് പറഞ്ഞത്? ഇവിടെ കിട്ടും ഞമ്മക്ക്. എന്താണ് മാലിന്റെ അഫും ആഫിയത്തും? അഫും ആഫിയത്ത് എന്താണ്? ഖുർആൻ ക്ലാസ്സിൽ പഠിക്കണ, ഖുർആൻ പഠിക്കുന്ന കുടുംബത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇതിനൊക്കെ മാറ്റാം. എന്റെ ഒരു സ്നേഹിതന്റെ കഥ ഞാൻ പറഞ്ഞു. 48 വയസ്സുള്ള 45 വയസ്സിന് മേലുള്ള അവന്റെ ഒരു സഹോദരന്റെ കല്യാണം നടക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഇത്രയും ലേറ്റ് ആയത്? അപ്പം അവന്റെ പെങ്ങള് ഒരു ഇരുമ്പിളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഖുർആൻ ക്ലാസ്സിന്, അവിടെ ഒരു LP UP സ്കൂളിൽ ഖുർആൻ ക്ലാസ് നടന്ന ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബം ആങ്ങളി പെണ്ണന്മാരൊക്കെ ക്ലാസ്സിന് വരും. എന്റെ ആങ്ങളെ പറയണം, അവളെ കല്യാണം 48-ാമത്തെ വയസ്സിൽ നടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് അവൾക്ക് ചെറുപ്പത്തിലെ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഉള്ളിലുള്ള ഒട്ടുമിക്ക അവയവങ്ങളും ഓപ്പറേഷൻ കഴിഞ്ഞത്, സർജറി കഴിഞ്ഞതാണ്. രോഗിയെ ചെറുപ്പത്തിലെ. ഇപ്പൊ ഡോക്ടർമാര് പറഞ്ഞതാണ് ദാമ്പത്യ ജീവിതം പറ്റൂല, ഗർഭിണിയാകാനൊന്നും പറ്റൂല. കുട്ടി ദാമ്പത്യ ജീവിതം പറ്റൂല. അത്രമാത്രം ഉള്ളില് ഒരുപാട് അവയവങ്ങൾക്ക് സർജറിക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ദാമ്പത്യ ജീവിതം, കല്യാണം ഒന്നും നടത്തി കൊടുക്കാൻ പറ്റൂല. പ്രസവിക്കാനൊന്നും ഈ കുട്ടിക്ക് പാടില്ല, ഡോക്ടർമാര് പാടില്ല എന്ന് പറഞ്ഞത്. അതിനെ കുട്ടിക്ക് 45 വയസ്സായി പെങ്ങൾക്ക്. ഇപ്പൊ കല്യാണം നടക്കണം. എന്താ കാരണം എന്ന് വെച്ചപ്പോ അദ്ദേഹം പറയണേ, പിന്നെ അവരുടെ കുടുംബത്തില് ലാപ്പ മുത്താപ്പ ആ വിഭാഗത്തിലെ ഒരാളെ ഭാര്യ മരിച്ചുപോയി. അങ്ങനെ ഭാര്യ മരിച്ചിട്ട് ഒരു 3-4-5-8 മാസമായി. അപ്പൊ അവരെല്ലാരും കൂടിയിട്ട് ഈ പിന്നെ കുടുംബത്തിലെ പ്രായമായ ഇയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പറ്റുന്ന തീരുമാനം ചർച്ച നടക്കുകയാണ്.
അപ്പൊ ഇവരിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ ആങ്ങളി പങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുമ്പോ ഈ സംഭവം ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. അതായത് ഇങ്ങനെ അപ്പാപ്പാക്ക് ഇങ്ങനെ കല്യാണം നോക്കുന്നുണ്ട് പോലും, ഇങ്ങനെ അപ്പാപ്പനെ കൂടെ കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ശരിക്കും എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്തൊരു മനുഷ്യനാണ്. രണ്ടാളെ സഹായം കൈകൊണ്ട് പിടിച്ചെങ്കിലും അടിക്കാൻ പറ്റുള്ളൂ. ഇത്രയും വയസ്സുള്ള ആളാണ്. അപ്പൊ ഈ പെൺകുട്ടി ഇത് കേട്ട്, പെൺകുട്ടി ഖുർആൻ ക്ലാസ്സിൽ വരുന്നുണ്ട്, അവള് പറഞ്ഞു എന്നാ പിന്നെ എന്നെ കെട്ടിച്ചു കൊടുത്താൽ കാരണം എന്താ, ഈ കുട്ടി കല്യാണം ദാമ്പത്യ ജീവിതം ഒന്നും പാടില്ലാത്ത കുട്ടികളെ എന്നെ കല്യാണം കഴിച്ചു കൊടുത്താൽ. ഇപ്പൊ കല്യാണം നടക്കാനുണ്ടായ കാരണം അയാൾ പറയണേ. ഇവള് പറഞ്ഞത്ര, കാക്ക ഞാന് ഇങ്ങനെ അങ്ങോട്ട് മരിച്ചു പോയാല് എല്ലാ ഖുർആൻ പഠിക്കുന്നുണ്ട്, നല്ല ദീനിയായ ജീവിതം നയിക്കണത്. പക്ഷെ ഞാൻ ഇങ്ങനെ മരിച്ചു പോയാലും ഒരു ഭർത്താവിനെ ഖിദ്മത്ത് ചെയ്തിട്ട്, ഒരു ഭർത്താവിന് സേവനം ചെയ്തിട്ട് മരിച്ചു പോയാലും എനിക്ക് കിട്ടുന്ന കൂലിയിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? ഞാൻ ഇങ്ങനെ മരിച്ചു പോയാൽ കിട്ടുന്ന കൂലി, ഒരു ഭർത്താവിന് ഖിദ്മത്ത് ചെയ്ത് സേവനം ചെയ്ത് ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ എനിക്ക് എത്ര കൂലി കിട്ടും? അപ്പൊ ഒന്നും ഒരു സ്വത്തോ മുതലോ അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ഒരു സാമ്പത്തിക ശാരീരിക സുഖമൊന്നും അല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് ഈ പെണ്ണിന്റെ ചിന്ത ഈമാനാണ്. ഖുർആൻ പഠിക്കുന്ന അവള് പറയണത്, എനിക്ക് ഈ വ്യക്തിനെ കല്യാണം കഴിച്ചു തന്നാൽ ഞാൻ എനിക്ക് ഖിദ്മത്ത് ചെയ്യാൻ പറ്റും, സേവനം ചെയ്യാൻ, അതിനെ നോക്കാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ട് മരണപ്പെട്ടു പോയാൽ ഇത്രമാത്രം കൂലിയ കിട്ടുക. അങ്ങനെ അത് പറഞ്ഞപ്പോഴാണ് ഇവരായിട്ട് ആലോചിച്ചു, അങ്ങനെയാണ് ഈ കല്യാണം നടക്കുന്നത്. ഈ മനുഷ്യന് ഇന്നോവ കാറിൽ വന്ന് ഇറങ്ങാണ്, ഞങ്ങളുടെ മുറ്റത്ത് ഇരിക്കുന്നുണ്ട്. ഒരു കൈ പിടിച്ചത് മകനും ഒരു കൈ പിടിച്ചത് മകളെ ഭർത്താവും. എന്നിട്ട് നിക്കാഹ് നടത്താൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുകയാണ് കസാരി. ഇതും ഒരു ജീവിതമാണ്, ആലോചിക്കണം. അതാണ് നമ്മൾ പറയുന്ന ആഫിയത്ത് എന്ന് പറയുന്നത്. അത് ഈമാനിൽ നിന്ന് തഖ്വയിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പൊ മാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ എന്ന് പറഞ്ഞാൽ നമ്മൾ കടന്നു പോയാൽ, നമ്മൾ ക്ഷണിച്ചു പോയാൽ നമ്മളെ മുതല് നമുക്ക് ഉപകാരപ്പെടാതെ പോകും. സഹോദരങ്ങളെ, അഹ്ലും മാലും തമ്മിൽ ബന്ധമുണ്ട്. അവർ അവസാനിപ്പിക്കണം, ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അഹ്ലും മാലും തമ്മിൽ ബന്ധമുണ്ട്. നമ്മളെ മാല് നമ്മളെ അഹ്ലിന് വേണ്ടിയുള്ളതാണ്, അല്ലേ? നമ്മളെ മാല് നമ്മളെ അഹ്ലിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മളെ ടെൻഷനും നമ്മളെ സമ്പാദ്യങ്ങളൊക്കെ ആർക്ക്? നമ്മളെ കുടുംബത്തിന് വേണ്ടിയാണ്, അല്ലേ? ഇത് രണ്ടും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. അതുകൊണ്ട് നമ്മളെ മുതല് നമുക്ക് ശരിക്കും കൺകുളിർമയോടെ ഉപയോഗപ്പെടുത്താൻ കഴിയണമെങ്കിൽ നമ്മളെ കുടുംബം ദീന് പഠിക്കണം. ദീന് പഠിക്കുന്നിടത്ത് നമ്മളെ മക്കളും നമ്മളെ ഭാര്യയും കുടുംബം വരണം. അവരിത് കേൾക്കണം, അവരിത് അറിയണം. ഓളൊന്ന് വന്നിട്ട് കാര്യം, ഓളൊന്ന് കേട്ടത് നന്നാവൂല എന്ന് നമ്മൾ ആദ്യം വിധേയതരുത്. പിന്നെ നമ്മളെ മക്കളൊന്നും ഇനി പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഓരോന്നും വന്നാലും കേട്ടിട്ടൊന്നും കാര്യമില്ല, ഓരോന്നും നന്നാവൂല എന്ന് നമ്മൾ വിധി എഴുതരുത്. ഒരാളെ പറ്റി അങ്ങനെ വിധി എഴുതരുത്. ചില ആൾക്കാരൊക്കെ അങ്ങനെയാണ്. എന്തെങ്കിലും ഭാര്യനെ ക്ലാസ്സിലുണ്ടാകത്ത്, ഓക്ക് ക്ലാസ്സിന്റെ കുറവാണ്, ഓളൊന്നും ഇനിയിപ്പോ നന്നാവൂല, എന്താ മക്കളെ കൊണ്ടുവരാത്തത്, ഓനൊക്കെ പിടുത്തം വിട്ടുപോയി. അങ്ങനെ ഒരു വർത്താനം നമുക്ക് പറയേണ്ട ഒരു ഗതികേട് ഉണ്ടാകരുത്. നമ്മൾ പറയരുത്, പറയാൻ പാടില്ല. നമ്മൾ കൊണ്ടുവരണം, വിളിക്കണം. ഇതൊക്കെ കൊടുക്കണത് ആരാണ് ഹിദായത്ത് കൊടുക്കുക? നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ആഗ്രഹിച്ചവർക്ക് കിട്ടുമോ? റസൂലുള്ള ആഗ്രഹിച്ചിട്ട് കിട്ടീനോ? ഹിദായത്ത് കിട്ടിയെങ്കിൽ ആഗ്രഹിച്ചിട്ട് കിട്ടീനോ? ഇല്ല. അത് കൊടുക്കണോനാരാ? അള്ളയാണ്. ഒരിക്കലും ഇസ്ലാമിലേക്ക് വരുമെന്ന് വിചാരിച്ച ആൾക്കാർ ആദ്യം കടന്നു വന്നില്ലേ? ഒരിക്കലും നന്നാവില്ല എന്ന് വിചാരിച്ച ആൾക്കാർ നന്നായില്ല. അതല്ല ഇസ്ലാമിന്റെ ചരിത്രം, അല്ലെ? ഇസ്ലാമിന്റെ പാരമ്പര്യം അതല്ലേ? അതുകൊണ്ട് നമ്മൾ ആരും ചെയ്യേണ്ട, നമ്മളെ കുടുംബത്തെ ഒന്നും അങ്ങനൊന്നും പറഞ്ഞ് നമ്മളെ കുടുംബത്തെ അകറ്റി നിർത്തരുത്. നമ്മൾ വിളിക്കുക, ക്ഷണിക്കുക, നല്ല രൂപത്തിൽ സ്നേഹത്തോടെ പറയാ, കൊണ്ടുവരാൻ ശ്രമിക്കുക. അവർ ചിലപ്പോൾ നമ്മൾ മാറുന്നതിനേക്കാൾ ചിലപ്പോൾ മാറിയെന്ന് വരും. കാരണം അള്ളാഹ് ഇതൊക്കെ തീരുമാനിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അഹ്ലിലും മാലിലുമുള്ള അഫ്വും ആഫിയത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ വിപത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അത്യാപത്തുകളിൽ നിന്നും അല്ലാഹു നമ്മളെയും നമ്മുടെ പൊന്നുമക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വയനാട്ടിൽ മരണപ്പെട്ടു പോയ ഈമാനോട് കൂടി മരിച്ച നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗം പ്രദാനം ചെയ്യട്ടെ. ഷഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോയി, അല്ലാഹു അവർക്ക് മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. ഇനിയും 100-400 ആളുകൾ മണ്ണിനടിയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്താണോ ഖൈറെങ്കിൽ ആ ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.